നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാനുള്ള സാധ്യതയേറുന്നു. ഫെബ്രുവരി 15 കൊളംബോയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് പ്രൈം ടൈമിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അതാണ് പ്ലാൻ. വലിയ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു മത്സരമാണിത്. ICCക്കും ബ്രോഡ്കാസ്റ്റേഴ്സിനുമൊക്കെ മത്സരം നടന്നില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതെല്ലാവരെയും ബാധിക്കും, എല്ലാ ബോർഡുകളെയും ബാധിക്കും എന്നൊക്കെയാണ് നേരത്തെ തന്നെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അപ്പോൾ എങ്ങനെയും ഈ കളി നടത്തിയെടുക്കണം, അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ICC ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ICCയുടെ ഒഫീഷ്യൽസ് പാകിസ്ഥാനിലേക്ക് അങ്ങോട്ട് പോയത്. ലാഹോറിൽ പോയി PCBയുടെ ആളുകളെയും മറ്റുമൊക്കെ കണ്ട് സംസാരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസ്കഷൻസ് ആർ ഓൺ ഗോയിങ് ബിറ്റ്വീൻ ദി ICC, PCB and also the BCB as governing body tries to find a way for the India-Pakistan match to proceed in Colombo. അപ്പോൾ അതാണ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക. അതാണ് ഗവേണിംഗ് ബോഡി എന്ന് പറയുമ്പോൾ ICC ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൊളംബോയിൽ വെച്ച് നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണിപ്പോൾ ICC ഉള്ളത് എന്ന് കൃത്യമായിട്ട് ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ടിലും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആദ്യം ക്രിക്ക് ബസ് പറയുന്നതും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഇന്ത്യ പാകിസ്ഥാൻ hope builds that February 15 fixture will go ahead എന്ന് ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊളംബോയിലുള്ള മത്സരം നടക്കുന്നതിന് വേണ്ടിയിട്ട്. വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു നീക്കമാണ്, ബട്ട് ഗ്രോയിങ് ഓപ്റ്റിമിസം. ഇപ്പോൾ ICCയും PCBയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ICC ഈ ഒരു നെഗോസിയേഷൻസിൽ നേരത്തെ മുതൽ എൻഗേജ്ഡ് ആണ്. PCBയുടെ ചെയർമാൻ മൂസിൻ നഖ്വി ഈ മത്സരം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള സൂചന നൽകിയത് മുതൽ തന്നെ ICC ഈ ഒരു മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഈ മത്സരം കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി കാര്യങ്ങളാകെ അവതാളത്തിലായതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ICCയുടെ ഡെപ്യൂട്ടി ചെയർ ഇമ്രാൻ ഖ്വാജ ലാഹോറിലേക്ക് എത്തി. PCB ഒഫീഷ്യൽസുമായിട്ട് അദ്ദേഹം മീറ്റിംഗ് നടത്തി. അതുപോലെ തന്നെ BCB പ്രസിഡന്റ് അമീനുൽ ഇസ്ലാമിനെയും ഈ ഒരു ഡിസ്കഷൻസിൽ പങ്കെടുപ്പിച്ചു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നു ICC എന്നുള്ളതാണ്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഈ ഒരു മത്സരം ബോയ്ക്കോട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിനോടുള്ള സോളിഡാരിറ്റി കാരണമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിനെ കൂടി ഇൻവോൾവ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻസ് എന്തായാലും ICC മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാവുന്ന പോലെ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരേ ഒരു ബോർഡ് PCB ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നോക്കുക. ഏതായാലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് PCB എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ, ഡിമാൻഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒന്ന്, അതിൽ BCBക്ക് ഈ വിഡ്രോവലിന് ശേഷം ഒരു തരത്തിലുള്ള സാങ്ഷനും കൊടുക്കരുത് എന്നുള്ളതാണ്. ICC അത്തരം ഒരു നീക്കത്തിലേക്ക് പോകുന്നതായിട്ടല്ലെങ്കിൽ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശ് കോഹോസ്റ്റായിട്ട് 2031 മെൻസ് ODI വേൾഡ് കപ്പിൽ ഉണ്ടാവണം. അവർക്ക് അതിനുള്ള സാധ്യത നഷ്ടപ്പെടുത്തരുത് ഈ ഒരു സംഭവം കൊണ്ട് എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. എന്തായാലും ESPN ക്രിക്കറ്റ് ഇൻഫോ മനസ്സിലാക്കുന്നത് PCB ഓൾസോ ആസ്ക്ഡ് ഫോർ ഡിസ്കഷൻസ് ഓൺ മോർ ഇക്വിറ്റബിൾ ICC റവന്യൂ ഷെയർ. ആ ഒരു ഡിസ്കഷന് കൂടി അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ICC റവന്യൂവിൽ കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഷെയർ കിട്ടേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രൂപത്തിലേക്ക് ചർച്ചയിലൂടെ മാറിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഗെയിം കുഡ് ഗോ അഹെഡ് എന്നാണ് ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ റിപ്പോർട്ട്. പക്ഷേ ഒന്നും ഇപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, ഡിസ്കഷൻസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, മറ്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് റീസ്റ്റോറേഷൻ ഓഫ് ബൈലാറ്ററൽ ക്രിക്കറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ക്രിക്ക് ബസ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ അൺവെരിഫൈഡ് സോഴ്സിൽ നിന്നാണെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ESPN ക്രിക്കറ്റ് ഇൻഫോ പറയുന്നു അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഡിനൈ ചെയ്തിട്ടുണ്ട്. സ്ട്രിനിയസ്ലി ഡിനൈഡ് ബൈ PCB എന്നാണ്. ബട്ട് ദോസ് ഹാവ് ബീൻ സ്ട്രിനിയസ്ലി ഡിനൈഡ് ബൈ PCB എന്നാണ് റിപ്പോർട്ട്. അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊന്നും ബൈലാറ്ററൽ
സീരീസ് ഇന്ത്യ പാകിസ്ഥാൻ വേണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ESPN ക്രിക്കിൻഫോയുടെ റിപ്പോർട്ട്. എന്നാൽ ക്രിക്ബസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം അവർ പറയുന്നത് അധികം വൈകാതെ ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നുള്ളതാണ്. അതായത് PCBയുടെ ചെയർ മോസിൻ നഖ്വി അവരുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഇനിയും വൈകിപ്പിച്ചു കൂടാ, ഫെബ്രുവരി 15-നാണ് മത്സരമുള്ളത്. അപ്പോൾ അതിനിടെ എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട് കളി നടക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനി വൈകിപ്പിക്കാൻ പറ്റില്ല, അധികം വൈകാതെ തന്നെ ഒരു പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ PCBയുടെ ചെയർമാൻ അവരുടെ പ്രധാനമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഒരു അപ്രൂവലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത്. ക്രിക്ബസ് മനസ്സിലാക്കുന്നത് ദി മാറ്റർ ഈസ് ബിലീവ്ഡ് ടു ഹാവ് റീച്ച്ഡ് ദി ടേബിൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഹു ഈസ് എക്സ്പെക്റ്റഡ് ടു പുട്ട് ഹിസ് സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ എന്നാണ്. കളി നടക്കും എന്ന രൂപത്തിൽ ഒരു അംഗീകാരം PCBക്ക് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ക്രിക്ബസും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ICCയുടെ ഡെപ്യൂട്ടി ചെയർ ഇമ്രാൻ ഖ്വാജ ലാഹോറിലെത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പാകിസ്ഥാൻ്റെ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നു. കൂടാതെ മുബഷിർ ഒസ്മാനി UAE-യിൽ നിന്നുള്ള മറ്റൊരു ബോർഡ് മെമ്പറാണ്, ICC ബോർഡ് മെമ്പറാണ്. അദ്ദേഹവും ഓൺലൈനിലൂടെ ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു ശുഭവാർത്ത ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.